എല്ലാവർക്കും നമസ്കാരം. ഡെയിലി ടെസ്റ്റിലേക്ക് സ്വാഗതം. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്ന ഒരു സെഷനാണ് ഡെയിലി ടെസ്റ്റ്. 10 ചോദ്യങ്ങളാണ് ഉണ്ടാവുക. നമ്മൾ ഒരുപാട് ദിവസമായിട്ട് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സെഷനാണിത്. ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. 5ാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് എവിടെയാണ് നടന്നത്? 5ാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് ആണ്. കാരണം ഖേലോ ഇന്ത്യ വിൻ്റർ ഗെയിംസ് ഉണ്ട്, അതും ഈ ചോദ്യങ്ങളുടെ ഭാഗമാണ്. 5ാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് എവിടെയാണ് നടന്നത്? ആദ്യത്തെ ചോദ്യം. 2, 5ാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൽ ഏറ്റവും കൂടുതൽ മെഡലുകൾ നേടിയ സംസ്ഥാനം, ടോപ്പർ സംസ്ഥാനം ഏതാണ്? 5ാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൽ ഏറ്റവും കൂടുതൽ മെഡലുകൾ നേടിയ സംസ്ഥാനം, മെഡൽ ടാലിയിൽ ടോപ്പറായിരുന്ന സംസ്ഥാനം ഏതാണ്? 3, 14ാം എയ്റോ ഇന്ത്യ എക്സ്പോ നടക്കുന്നത് എവിടെയാണ്? 14ാം എയ്റോ ഇന്ത്യ എക്സ്പോ നടക്കുന്നത് എവിടെയാണ്? 4, 3ാമത് ഖേലോ ഇന്ത്യ വിൻ്റർ ഗെയിംസ് എവിടെയാണ്? യൂത്ത് ഗെയിംസ് ആണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. 3ാമത് ഖേലോ ഇന്ത്യ വിൻ്റർ ഗെയിംസ് എവിടെയാണ് നടന്നത്? 5, കീമറിക് ആൻറ്റിജൻ റിസപ്റ്റർ കാർ ടി സെൽ തെറാപ്പി എന്ത് രോഗവുമായി ബന്ധപ്പെട്ടതാണ്? കീമറിക് ആൻറ്റിജൻ റിസപ്റ്റർ കാർ ടി സെൽ തെറാപ്പി എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഇതിനിടയ്ക്ക് 2-3 ദിവസം മുമ്പ് ഹിന്ദു ന്യൂസിൽ ഉണ്ടായതാണ് ഈ ഒരു പുതിയ ടെക്നോളജി. ഏത് അസുഖവുമായിട്ട് ബന്ധപ്പെട്ടതാണെന്നാണ് ചോദിക്കുന്നത്. 6, പുതുമൈ പെൺ എന്ന സ്കോളർഷിപ്പ് സ്കീം ഏത് സംസ്ഥാനവുമായി ബന്ധപ്പെട്ടാണ്? വളരെ ഈസിയാണ്, കാരണം ആ വാക്കിൽ നിന്ന് തന്നെ അറിയാം. പുതുമൈ പെൺ എന്ന സ്കോളർഷിപ്പ് സ്കീം ഏത് സംസ്ഥാനവുമായി ബന്ധപ്പെട്ടതാണ്? 7, തർക്കഷ് എന്നത് എന്താണ്? തർക്കഷ് എന്ന് പറയുന്ന വാക്ക് ന്യൂസിലുണ്ടായിരുന്നു. എന്തുമായി ബന്ധപ്പെട്ടാണ് ഈ തർക്കഷ് എന്ന് പറയുന്നത്? 8, ഇതിൻ്റെ ക്ലൂ എന്ന് പറയുന്നത് ഡിഫൻസുമായി റിലേറ്റഡ് ആയിട്ടാണ് തർക്കഷ്. 8, ഒഡേസ തുറമുഖം എവിടെയാണ്? ഏത് രാജ്യത്താണ് ഒഡീസ അല്ല കേട്ടോ, ഒഡേസ തുറമുഖം, ഒഡേസ പോർട്ട് സിറ്റി ഓഫ് ഒഡേസ എന്ന് കേട്ടിട്ടില്ലേ? ഇപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയി നടക്കുന്ന കുറേ കാര്യങ്ങൾ ഈ രാജ്യത്തെ ചുറ്റിപ്പറ്റിയാണ്. അതുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആണ്, ന്യൂസിലുള്ള രാജ്യമാണ്, അതുപോലെ തന്നെ പോർട്ടുമാണ്. അടുത്തത്, ലിഥിയം റിസർവ് കണ്ടെത്തിയ സംസ്ഥാനം അല്ലെങ്കിൽ UT ഏതാണ്? ലിഥിയം റിസർവ് കണ്ടെത്തിയ സംസ്ഥാനം അല്ലെങ്കിൽ UT ഏതാണ്? 10, വില്യം റൂത്തോ ഏത് രാജ്യത്തിൻ്റെ പ്രസിഡൻ്റാണ്? വില്യം റൂത്തോ ഏത് രാജ്യത്തിൻ്റെ പ്രസിഡൻ്റാണ്? കഴിഞ്ഞ വർഷം ആണ് അപ്പോയിൻ്റ് ചെയ്യപ്പെട്ടത്, അതുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആണ്. വില്യം റൂത്തോ ഏത് രാജ്യത്തിൻ്റെ പ്രസിഡൻ്റ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കിനി ആൻസേഴ്സിലേക്ക് പോവാം, ഓരോന്നായി നോക്കാം. ആദ്യത്തേത്, 5ാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് എവിടെയാണ് നടന്നത്? ഹോസ്റ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് മധ്യപ്രദേശാണ്. 5ാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് എന്ന് പറയുന്നത് മധ്യപ്രദേശിലാണ് നടന്നത്. 2ാമത്തെ ചോദ്യം ഇതുമായി കണക്റ്റഡ് ആയിട്ടുള്ള ചോദ്യമാണ്. 5ാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൽ ഏറ്റവും കൂടുതൽ മെഡലുകൾ നേടിയ സംസ്ഥാനം ഏതാണ്? മെഡൽ ടാലിയിൽ ടോപ്പറായിരുന്ന സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. ഇപ്പോൾ യൂത്ത് ഗെയിംസ് നടന്നത് മധ്യപ്രദേശിലാണ്, മെഡൽ ടാലിയിൽ മഹാരാഷ്ട്രയാണ് ടോപ്പർ. 14ാം എയ്റോ ഇന്ത്യ എക്സ്പോ നടക്കുന്നത് എവിടെയാണ്? കർണാടകയാണ് സംസ്ഥാനം, ബംഗളൂരുവിലെ യലഹങ്കയിലാണ് നടക്കുന്നത്. 4, 3ാമത് ഖേലോ ഇന്ത്യ വിൻ്റർ ഗെയിംസ്, നേരത്തെ യൂത്ത് ഗെയിംസ് പറഞ്ഞു, വിൻ്റർ ഗെയിംസ് ആണ് ചോദിച്ചിരിക്കുന്നത്. 3ാമത് ഖേലോ ഇന്ത്യ വിൻ്റർ ഗെയിംസ് എവിടെയാണ് നടന്നത്? ഗുൽമാർഗ്, ഓർത്ത് വെക്കണേ സ്ഥലം, ഗുൽമാർഗ്. 5ാമത്തെ ചോദ്യം, കിമറിക് ആൻറ്റിജൻ റിസപ്റ്റർ കാർ ടി സെൽ തെറാപ്പി എന്തുമായി ബന്ധപ്പെട്ടാണ്? ഇത് ഹിന്ദു നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഡിസ്കസ് ചെയ്ത കാര്യമാണ്. ഹിന്ദു ന്യൂസ് പേപ്പർ അനാലിസിസ് നിങ്ങൾ കണ്ടില്ലെങ്കിൽ ഇനി മുതൽ കാണാൻ ശ്രമിക്കണം, കാരണം കറണ്ട് അഫയേഴ്സിൻ്റെ കുറച്ചും കൂടെ ബ്രോഡായിട്ടുള്ള എക്സ്പ്ലനേഷൻ വരുന്നത് ആ സെഷനിലാണ്. കിമറിക് ആൻറ്റിജൻ റിസപ്റ്റർ കാർ ടി സെൽ തെറാപ്പി ക്യാൻസറുമായി ബന്ധപ്പെട്ട പുതിയ തെറാപ്പിയാണ്. നമ്മൾ ആ സമയത്ത് അറ്റ് ലെങ്ത് ഡിസ്കസ് ചെയ്തൊരു ടോപ്പിക്കാണ്. 6, പുതുമൈ പെൺ എന്ന സ്കോളർഷിപ്പ് സ്കീം, ഹയർ സ്റ്റഡീസിന് പെൺകുട്ടികൾക്ക് കൊടുക്കുന്ന ക്യാഷ് സ്കീമാണിത്. അപ്പോൾ ഈ പറയുന്ന സ്കോളർഷിപ്പ് സ്കീം ഏതുമായി ബന്ധപ്പെട്ടാണ്? ഏത് സ്റ്റേറ്റുമായി ബന്ധപ്പെട്ടാണ്? തമിഴ്നാടുമായി ബന്ധപ്പെട്ടാണ്. 7, തർക്കഷ് എന്നത് എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ന്യൂസിലുണ്ടായ തർക്കഷ് എന്ന് പറയുന്നത് എന്താണ്? അത് ഡിഫൻസ് എക്സസൈസാണ്. ഇന്ത്യയുടെ NSGയും അതുപോലെ തന്നെ US-ൻ്റെ സ്പെഷ്യൽ ഓപ്പറേറ്റിംഗ് ഫോഴ്സ്, US-ഉം ഇന്ത്യയും നടത്തുന്ന, NSG ആണ് ഇന്ത്യയുടെ ഏജൻസി, നടത്തുന്നൊരു ഡിഫൻസ് എക്സസൈസാണ് തർക്കഷ്.
ഒഡേസ തുറമുഖം എവിടെയാണ്? ഒഡേസ പോർട്ടുമായി ബന്ധപ്പെട്ട് ഈ വീറ്റ് എക്സ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഒരുപാട് ന്യൂസ് ഉണ്ടായിരുന്നു. വീറ്റ് ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് ചെയ്യുന്ന 2 രാജ്യങ്ങൾ ഉക്രൈനും അതുപോലെ തന്നെ റഷ്യയായിരുന്നു. അപ്പോൾ വീറ്റ് എക്സ്പോർട്ട് തടയുമെന്നൊക്കെ പറഞ്ഞിട്ട് റഷ്യയുടെ ഭാഗത്തുനിന്ന് ഭീഷണി ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ പോർട്ടിൽ അറ്റാക്കും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ പോർട്ട് മെൻഷൻ ചെയ്യാൻ കാരണം. എവിടെയാണ്? ഉക്രൈനിലാണ് ഏത് ഈ പറയുന്ന ഒഡേസ തുറമുഖം എന്ന് പറയുന്നത്. ലിഥിയം റിസർവ് കണ്ടെത്തിയ സംസ്ഥാനം ഏതാണ്? സംസ്ഥാനം അല്ലെങ്കിൽ യു ടി ഏതാണ്? ജമ്മു ആൻഡ് കാശ്മീരിലാണ് ലിഥിയം റിസർവ് കൂടുതലായി കണ്ടിരിക്കുന്നത്. നമ്മൾ ഈ എക്സ്കവേഷൻ്റെ സമയത്ത് പറഞ്ഞതാണ്, നമുക്ക് EV സെഗ്മെൻറ്റിൽ, ഇലക്ട്രിക് വെഹിക്കിൾ സെഗ്മെൻറ്റിൽ വളരെയധികം ബൂസ്റ്റ് നൽകുന്ന ഒരു കാര്യമാണത്. വില്യം റൂത്തോ ഏത് രാജ്യത്തിൻ്റെ പ്രസിഡൻ്റാണ്? കെനിയ. ഇത്രയാണ് ഇന്നത്തെ ഡെയിലി ടെസ്റ്റ് എന്ന് പറയുന്നത്. ഡെയിലി ടെസ്റ്റ് കറണ്ട് അഫയേഴ്സ് മാത്രമല്ല, പക്ഷേ ഇന്ന് ഏകദേശം മുഴുവനും കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. കട്ട് ഓഫ് ഇന്ന് 5. ഓക്കെ, ബൈ, ടേക്ക് കെയർ.